പ്ലേ പെന്നിനുള്ളിൽ ഞാനും 4 ബേബീസ് ഇരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ഇതെന്താണെന്ന്. വേറൊന്നുമല്ല ഗൈസ്, ഇവർക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാൻ പോവാണ്. ഗവൺമെൻറ്റിൽ കിട്ടാത്ത വാക്സിനായതുകൊണ്ട് വീടിനടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനാണ് പ്ലാന്. ഒട്ടും വൈകിക്കാതെ തന്നെ ഇവരെ റെഡിയാക്കാൻ പോവാണ് ഗൈസ്. ആദ്യം ഞങ്ങൾ നോറപ്പെണ്ണിനെയാണ് റെഡിയാക്കുന്നത്. അവൾക്ക് ഞാനൊരു നല്ല ഓറഞ്ച് ഉടുപ്പാണ് നോക്കി വെച്ചിരുന്നത്. അത് അവളെ ഇടിച്ചപ്പോൾ അവൾ വളരെ ഹാപ്പിയാണ്. ഇന്നിപ്പോൾ ഉടുപ്പിടിക്കാൻ നേരത്ത് അവൾ നല്ല സഹകരണമാണ്. കമന്നൊക്കെ കടന്നു തരുന്നുണ്ട് ബട്ടൺസ് ഇട്ടോന്നും പറഞ്ഞ്. നോറക്കൊച്ചിൻ്റെ പുത്തനുടുപ്പ് കണ്ടിട്ട് സാമ അടിപിടി നോക്കുന്നുണ്ട്. അവനാണ് തൊട്ടും തോണ്ടിയൊക്കെ നോക്കുന്നുണ്ട് ഇവളിത് എങ്ങോട്ടാണെന്നോർത്ത്. അവളാണെങ്കിൽ അവൻ്റെ മുഖത്തും തോണ്ടുന്നുണ്ട്. പിന്നെ രണ്ടും കൂടെ വഴക്കാണ്ടെന്നോർത്തിട്ട് ഞാൻ അപ്പം തന്നെ പിടിച്ചു മാറ്റി. അടുത്ത ആരെ റെഡിയാക്കണം എന്നോർത്തിരിക്കുമ്പോഴാണ് ടോണിച്ചാച്ചൻ നോഹക്കുട്ടനെയും കൊണ്ടുവന്ന് കടത്തിയത്. അവനാണെങ്കിൽ കടത്തിയതും കരച്ചിൽ തുടങ്ങി. അതേപോലെ തന്നെ ടോണിച്ചാച്ചൻ അവനെ എടുത്ത് പിന്നെയും പോയി. പിന്നെ ഞാൻ നോറക്കുട്ടിക്ക് ഒരു ബോയും കൂടെ വെച്ച് കൊടുത്ത് അവളെ ഫൈനലി സുന്ദരിക്കുട്ടിയായിട്ട് റെഡിയാക്കിയാൻ കടത്തി. അടുത്തത് ഞങ്ങൾ എസ്രക്കുട്ടീനെ എടുത്തു. എസ്രക്കുട്ടിക്ക് ഞങ്ങളൊരു നല്ലൊരു റോസ് കളറുള്ള ഉടുപ്പാണ് നോക്കി വെച്ചിരുന്നത്. നോറക്കൊച്ചിനെ റെഡിയാക്കി ഞാൻ മടുത്തുകൊണ്ട് പിന്നെ എസ്രക്കുട്ടീനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സുമാൻറ്റി തന്നെ വേണ്ടി വന്നു. സുമാൻറ്റി അവളെ തലങ്ങും വിലങ്ങും തിരിച്ചു ചെയ്തിട്ട് അവളൊട്ട് സഹകരണവും ഇല്ലായിരുന്നു. അവൾ കുറച്ച് മൽപ്പിടുത്തമൊക്കെ നടത്തി അങ്ങനെ ഒരു തരത്തിൽ അവളെ റെഡിയാക്കി കിടത്തി. പിന്നെ അവളുടെ 2 കാലിലും ഓരോ സോക്സും ഞങ്ങൾ 2 പേരും കൂടെ ഇട്ട് കൊടുത്തു. ബോയും കൂടെ അവൾക്ക് വെച്ചപ്പോൾ അവളും സുന്ദരിയായി. അവളെയും ഞങ്ങളങ്ങ് മാറ്റിക്കിടത്തി. അടുത്തത് ഞങ്ങൾ സാമുക്കുട്ടനെ റെഡിയാക്കാമെന്ന് ഓർത്തു. അവനെ ബനിയൻ ഇടിയിപ്പിച്ചപ്പോൾ തന്നെ അവൻ ഹാപ്പിയായി. പിന്നെ എവിടെ പോയാലും അവന് പാമ്പേഴ്സായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളൊരു കുട്ടി നിക്കർ ഇടിയിച്ചപ്പോൾ അവൻ എക്സ്ട്രാ ഹാപ്പിയായി. അങ്ങനെ അവൻ മുഖം കൊണ്ട് പല ആംഗ്യങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവനും ഞങ്ങൾ 2 കാലിലും ഓരോ സോക്സും കൂടി ഇടിയിച്ചു കൊടുത്തു ഗൈസ്. സാമുക്കുട്ടന് നല്ല നീളമുള്ള ഹെയർ ആയതുകൊണ്ട് ഞാനൊരു ചീപ്പെടുത്ത് അവൻ്റെ മുടിയും ചീകി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടോണിച്ചാച്ചൻ നോഹക്കുട്ടനെയായിട്ട് പിന്നെയും വരുന്നു. ഇത്തവണ നോഹക്കുട്ടൻ നല്ല ഹാപ്പിയാണ്. അവനെ ബനിയൻ ഇടിപ്പിച്ചപ്പോൾ തന്നെ അവൻ ചിരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ എസ്രയും നോറയും തലയെ വെച്ചിരുന്ന ബോ മൊത്തം താഴെ ഇട്ടിട്ട് രണ്ടും കൂടെ കളി തുടങ്ങി. നോഹക്കുട്ടനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2 സൈഡിൽ നിന്ന് ഓരോ കാല് വന്ന് 2 പേരും കൂടെ നോഹക്കുട്ടനെ ചവിട്ടാൻ തുടങ്ങി. ഇതൊന്നും കാര്യമാക്കാതെ നോഹക്കുട്ടൻ എന്നെ റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞൊരു കടപ്പ് കിടന്നു. പിന്നെ ഞാൻ അവൻ്റെ മുടി ചീകാന്ന് വെച്ചപ്പോൾ സുമാൻറ്റി ഓടി വന്ന് ചീപ്പ് എൻ്റെ നിന്ന് വാങ്ങിയിട്ട് പറഞ്ഞു ഞാൻ ഗജനിയിലെ സൂര്യമാതിരി മുടി ചീകി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോഹക്കുട്ടനെ ചീകി കൊടുത്ത് അവനെയും സുന്ദരനാക്കി. ഇത് കണ്ടിട്ട് നോറപ്പണ്ണ എസ്രക്കുട്ടിയുടെ മുടി ചീകി കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര വർത്തമാനമായി. പിന്നെ കളിയായി, ചിരിയായി. നല്ല സുന്ദരന്മാരായപ്പോൾ നോഹക്കുട്ടൻ എസ്രക്കുട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും റെഡിയായി ഒന്ന് ചെക്ക് ചെയ്യാൻ ഇച്ചായൻ്റെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഓക്കെയാന്ന് കണ്ടപ്പോൾ തന്നെ ഇച്ചായൻ നോറക്കുട്ടീനെ എടുത്ത് അങ്ങ് പൊക്കി. അപ്പം തന്നെ സുമാൻറ്റി അവിടെ നിന്ന് ഓടി വന്ന് ഞാൻ പിടിച്ചോളാമെന്ന് പറഞ്ഞ് അവളെ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എസ്രക്കുട്ടീനെ എടുത്തു. എസ്രക്കുട്ടിയെ എടുത്തപ്പോൾ തന്നെ ആശാൻറ്റി വന്ന് മേടിച്ചു. പിന്നെ നോഹക്കുട്ടനെ എടുത്തില്ല. അതപ്പോൾ തന്നെ ടോണിക്കുട്ടൻ ഓടി വന്ന് അവനെയും എടുത്തു. ഇനി ഞാൻ സാംകുട്ടനെ ചാടി എടുത്താലോ എന്ന് പേടിച്ചിട്ട് ഇച്ചായൻ തന്നെ അവനെ തോളയിലെടുത്തിട്ട് ഇറങ്ങുന്ന മുന്നേ തന്നെ ടോണിക്കുട്ടൻ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങി. നോഹക്കുട്ടനും നോറപ്പെണ്ണും എസ്രമോളും സാമുവും എല്ലാവരും കൂടെ ഒരുമിച്ച് താഴോട്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ അമ്മയുടെ ഒരു സ്വയം പ്രേരണ പ്രാർത്ഥന ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോഴത് അമ്മച്ചി അവിടെ നിന്ന് വന്നു. അമ്മച്ചി വന്നു കഴിഞ്ഞ് എസ്രക്കുട്ടിയോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. എസ്രക്കുട്ടി കണ്ണുകൊണ്ടൊക്കെ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിലൊരു പ്രാർത്ഥന നടത്തി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ദാഹിക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല. നോഹക്കുട്ടിന് ഗ്രീൻ ബോട്ടിലും നോറക്കുട്ടിക്ക് റെഡ് ബോട്ടിലും എസ്രക്കുട്ടിക്ക് ഓറഞ്ച് ബോട്ടിലും സാമുവിനൊരു ബ്ലൂ ബോട്ടിലും കൊടുത്തപ്പോൾ അവർ ഹാപ്പിയായി. നോഹക്കുട്ടൻ ആദ്യം തന്നെ എൻ്റെ മടിയിൽ സീറ്റ് ബുക്ക് ചെയ്തു. ഇച്ചായനാണ് കാർ ഓടിക്കുന്നത് ഗൈസ്. ഞങ്ങൾ 2 ഇരുന്ന് വണ്ടിയെ പോകുന്ന കണ്ടപ്പോഴേക്കും സാമുക്കുട്ടന് സുമാൻറ്റിയുടെ മടിയിൽ നിന്ന് മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് കളിയായി. 2 വണ്ടിക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു വണ്ടിയിൽ ഞങ്ങളുടെ പെണ്ണുങ്ങളും കൂടെ ഉണ്ട്. വിറകെ അത് ടോണിച്ചാച്ചൻ ഓടിച്ചുകൊണ്ട് പോരുന്നുമുണ്ട്. നല്ല മഴമൂടാണ് പുറത്ത്. 20 കിലോമീറ്ററും കൂടി ഇനി ഏകദേശം ഹോസ്പിറ്റലിൽ എത്താനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തി. ടോണിച്ചാച്ചൻ വണ്ടി പാർക്ക് ചെയ്തത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വന്ന പാടെ ഞങ്ങളെല്ലാവരും കൂടെ അകത്തേക്ക് നടക്കാൻ തുടങ്ങി. റിസപ്ഷൻ എവിടെയും തപ്പി നടക്കുമ്പോൾ ഒരു നേഴ്സ് ചേച്ചി വന്നിട്ട് എസ്രക്കുട്ടീനെയും നോറക്കുട്ടീനെയും തൊട്ടും ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ. അപ്പോഴാണ് അറിഞ്ഞത് സുമാൻറ്റി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പം സുമാൻറ്റിയോട് ചോദിച്ചു ഈ കുഞ്ഞു വയറ്റിലാണ് 4 പേരും ഉണ്ടെന്ന്. അത് കേട്ട് എനിക്കും അമ്മയ്ക്കും ചിരി സഹിക്കാൻ വയ്യാതായി. അങ്ങനെ ബേബീസ് അകത്തിരുന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പിറകുവശത്തോട്ട് ഇറങ്ങി. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ. പിന്നെ ഒരു ബീച്ച് തീരത്ത് നിൽക്കുന്ന മാതിരി നല്ല കാറ്റുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ബേബീസും ഹാപ്പിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി വണ്ടിയിൽ നിന്ന് എല്ലാവരുടെയും വാട്ടർ ബോട്ടിൽ പിന്നെ എടുത്തുകൊണ്ട് വന്നു. എല്ലാവർക്കും ദാഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെടുത്ത് കണ്ടപ്പോൾ തന്നെ എസ്രക്കുട്ടി ഹാപ്പിയായി. ആദ്യം തന്നെ എസ്രക്കുട്ടിക്ക് ഞാൻ ബോട്ടിൽ കൊടുത്തു. അവൾ പെട്ടെന്ന് തന്നെ വെള്ളം വേഗം കുടിക്കുന്നുമുണ്ടായിരുന്നു.
അപ്പോൾ അതാ ടോണിച്ചാച്ചൻ മെഡിസിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ വാക്സിൻ റൂമിൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്തു. എന്നെ മാത്രമേ കയറ്റിയുള്ളൂ. ഇച്ചായൻ അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തു. ആദ്യം തന്നെ നോറക്കുട്ടീനെയായിട്ട് ഞാനിരുന്നു. ഇതെന്താ സംഭവം എന്ന് ഓർത്ത് കണ്ണും പിടിച്ചിരിപ്പുണ്ട്. അങ്ങനെ അവർ 2 നേഴ്സുമാർ വന്നിട്ട് അവളെ പിടിച്ചു വെച്ചിട്ട് ഒരു കുത്തു കൊടുത്തു. നോറക്കുട്ടിയുടെ കരച്ചിൽ കാരണം നേഴ്സുമാരെ സൈഡിൽ നിന്നെല്ലാം കിലുകി കാണിച്ചു. എന്നിട്ട് അവളതൊന്നും മൈൻഡ് ചെയ്യാതെ കാറിക്കൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ ഞാൻ എസ്രമോളയായിട്ട് വന്നു. എസ്രക്കുട്ടി ആകെ ഹാപ്പി ആയിരുന്നു. പക്ഷേ എസ്രക്കുട്ടിക്ക് അറിയില്ലായിരുന്നു കുത്തി വെക്കാനാന്ന്. അവൾക്കും കൊടുത്തു ഒരു കുത്ത്. എസ്രക്കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ സാമുവിനെ കൊണ്ടുവന്നു. സാമു വന്നപ്പോൾ തന്നെ കുത്തി വെക്കും മുന്നേ അവൻ കരയാൻ തുടങ്ങി. എന്താ കാര്യം എന്ന് പോലും അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ ഷോളിൻ്റെ അടിയിൽ ഒളിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അവനും കൊടുത്തൊരു കുത്തിവെപ്പ്. അവൻ്റെ കരച്ചിലാണെങ്കിൽ കണ്ടിട്ട് എനിക്കും പേടിയായി ഗൈസ്. ഏറ്റവും കൂടുതൽ സൗണ്ടിൽ അവനാണ് കരഞ്ഞത്. പിന്നെ ഞങ്ങൾ നോഹക്കുട്ടനായിട്ട് വന്നു. നോഹക്കുട്ടൻ ആദ്യം തന്നെ ഉറക്കമായിട്ട് പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമില്ല, കുത്തി വെച്ചപ്പോൾ അവൻ്റെ കരച്ചിലും സഹിക്കാൻ വയ്യാണ്ടായി. ഇച്ചായൻ്റെ കയ്യിൽ എസ്രക്കുട്ടിയുടെ കണ്ണിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന പോലെ വെള്ളവും വരുന്നുണ്ട്. നോറക്കുട്ടി സഹിക്കാൻ വയ്യാതെ കാറി പൊളിക്കുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങൾ വാക്സിനൊക്കെ എടുത്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് വണ്ടിയെ കയറി തിരിച്ച് പോരുന്ന വഴിക്ക് ചാച്ചൻ ബേബീസ് ഉണ്ടാകും മുന്നേ ഒരു നേർച്ച നേർന്നിരുന്നു, തങ്കിപ്പള്ളിയിൽ തൊട്ടിലാട്ടുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ഗൈസ്. നോറപ്പെണ്ണ് തനിയെ സീറ്റിലോട്ട് ഇറങ്ങി ഇരുന്നിട്ടുണ്ട്. സുമാൻറ്റിയുടെ മടിയിൽ നിന്ന് താഴെ ഇറങ്ങി പാള് ഭയങ്കര ഹാപ്പിയാണ്. കണ്ടോ, തുള്ളി കളിക്കുവാണേ നോറക്കുട്ടിയേ. പുറത്ത് നല്ല മഴയുണ്ട്. കുടയും ചൂടി ഞങ്ങൾ പള്ളിമുറ്റത്ത് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത്. അത് അമ്മ വരുന്നുണ്ട്, പിറകെ ആശാൻ്റിയും വരുന്നുണ്ട്. അങ്ങനെ പള്ളിയുടെ പുറത്തുനിന്ന് ഞങ്ങൾ പള്ളിക്കുള്ളിലേക്ക് കയറി. അവിടെ നല്ല മനോഹരമായ തൊട്ടിൽ നേർച്ച നടത്തുന്ന സ്ഥലം ഞങ്ങൾ കണ്ടു. അവിടെ ഞങ്ങൾ അച്ഛൻ വരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. ആദ്യം തന്നെ അച്ഛൻ വന്നപ്പോൾ ഞങ്ങൾ സാമു ഉറക്കമായതുകൊണ്ട് ആദ്യം തന്നെ സാമിനെ കയറ്റി കിടത്തി. അവൻ നല്ല ഉറക്കമായതുകൊണ്ട് 2 ആട്ടാട്ടി തന്നെ അവനെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോറക്കുട്ടിയെ കിടത്തി. നോറക്കുട്ടി കിടന്നപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൾ ഭയങ്കര കളിയും ചിരിയായിരുന്നു അതിനകത്ത് കിടന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോഹക്കുട്ടനെ കിടത്തി. നോഹക്കുട്ടനെ ആട്ടി കഴിഞ്ഞപ്പോൾ എസ്രക്കുട്ടീനെയും കിടത്തി. അങ്ങനെ 4 പേരെയും കിടത്തി. അച്ഛൻ വന്നു. അച്ഛൻ വന്ന് ആശീർവാദവും തന്ന് അങ്ങനെ ചാച്ചൻ്റെ നേർച്ച പൂർത്തിയാക്കി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ് ഗൈസ്.